ഹലോ. സോ ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സിന്റെ അഞ്ചാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ ഈ ഒരു സീരീസ് ഓഫ് വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. സോ ഇൻട്രൊഡക്ഷൻ ടു ഫോറക്സ് ട്രേഡിംഗ് എന്താണെന്നും എത്ര വലിയ മാർക്കറ്റ് ആണിത്, ആരൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് പഠിച്ചു. എന്താണ് ഫണ്ടമെന്റൽ അനാലിസിസ്? നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള കുറെ റിയൽ ടൈം ഇൻസിഡൻസ് എങ്ങനെ മാർക്കറ്റിനെ അഫക്ട് ചെയ്തെന്നും എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ന്യൂസുകൾ എങ്ങനെ നോക്കിക്കാണണമെന്നും ആ ന്യൂസ് വെച്ചിട്ട് എങ്ങനെ തീരുമാനങ്ങൾ എടുത്ത് പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ, മൂന്നാമത്തെ വീഡിയോയിൽ ടെക്നിക്കൽ അനാലിസിസിന്റെ ഒരു ബേസിക് ഒരു ചാർട്ട് കണ്ടാൽ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നും എന്താ പറയാ നമ്മുടെ മാർക്കറ്റ് ടൈമിംഗ്. സോ പല മാർക്കറ്റുകൾ എപ്പോഴൊക്കെ എത്ര മണിക്കാണ് നമ്മൾ ഓപ്പൺ ആവുന്നത്, അത് വെച്ച് നമ്മൾ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബേസിക് കാര്യങ്ങൾ നമ്മൾ മൂന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞു പോയി അല്ലേ. സോ നാലാമത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ബ്രോക്കറിനെ എങ്ങനെ ചൂസ് ചെയ്യണമെന്നും ഒരു ബ്രോക്കറിൽ എങ്ങനെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നും ആ അക്കൗണ്ട് മെറ്റാട്രേഡർ 5 ആയിട്ട് കണക്ട് ചെയ്ത് എങ്ങനെ ട്രേഡ് എടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നാലാമത്തെ വീഡിയോയിൽ പറഞ്ഞു പോയി അല്ലേ. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. സോ അതിന് മുന്നേയായിട്ട് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ, ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് എല്ലാം കാണുക. നാലാമത്തെ വീഡിയോയിൽ പോയിട്ടൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക, ഒരു ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ള കാരണം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഇൻഡിക്കേറ്റർ നമ്മൾ സെറ്റപ്പ് ചെയ്യണം. മെറ്റാട്രേഡർ 5 നമ്മൾ സെറ്റപ്പ് ചെയ്യണം. അതിന് നിങ്ങൾക്കൊരു ബ്രോക്കറിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവണം. ആ അക്കൗണ്ടിൽ നമ്മളൊരു ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, സോ എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഇൻഡിക്കേറ്റർ നമ്മളുടെ മെറ്റാട്രേഡർ 5 സെറ്റപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ട്രേഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ, ഈ വീഡിയോ പറഞ്ഞു പോകുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ ആ ഒരു ഇൻഡിക്കേറ്റർ സെറ്റപ്പ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഞാൻ പറയുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്തു പോവുക. അതിനുശേഷം നമുക്കത് എങ്ങനെ വർക്ക് ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം. അതിനുശേഷം നിങ്ങൾ തന്നെ ട്രേഡ് എടുത്ത് പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യണം ഈ ഒരു ടൂൾ വെച്ചിട്ട്. ഓക്കെ, സോ അതിനുശേഷം ഈ ഒരു ടൂളിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം എല്ലാ ആൾക്കാർക്കും ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീ സ്റ്റൈൽ ട്രേഡിങ്ങിനെ കുറിച്ചും ഞാൻ പറഞ്ഞു പോകുന്നു. അതിനകത്ത് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് പാലിച്ച് പോയി നിങ്ങൾ 1 മാസമോ 2 മാസമോ ട്രേഡ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു മെത്തേഡും പരീക്ഷണം നടത്താവുന്നതാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ ഇതൊക്കെ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്ത് പോകുന്നത്. സോ എനിവേസ്, മൈ നെയിം ഈസ് വിഷ്ണു ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഇനി നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂള് നമുക്ക് പരിചയപ്പെടാം. സോ ഈ ടൂളിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് വലിയൊരു ഒരുപാട് അവസരങ്ങളൊന്നും തരത്തില്ല കേട്ടോ. ഒരു മാസത്തിൽ ഒരു 3-4 അവസരങ്ങളൊക്കെ ആയിരിക്കും തരുന്നത്. ഓൺ ആൻ ആവറേജ് നമുക്കൊരു 12 അവസരങ്ങളൊക്കെ ആയിരിക്കും ഒരു 3 മാസം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരു 12 അവസരത്തിൽ എങ്ങനെ പോയാലും നമുക്കൊരു 7-8 കറക്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് തന്നു പോകുന്ന ഒരു ടൂളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ ടൂളിന്റെ പേര് ഇച്ചുമുക്കു ഹിയോ എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഇത് നമ്മൾ ഷോർട്ടായിട്ട് എന്താ പറയുക ക്ലൗഡ് എന്ന് വിളിക്കും. സോ ഇത് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യാം, ഓക്കെ, എങ്ങനെ നമ്മൾ അതനുസരിച്ച് തീരുമാനങ്ങൾ എടുത്ത് പോകാം എന്നുള്ളൊരു കാര്യമായിരിക്കും ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളുടെ ഐഫോൺ ആണെങ്കിൽ നമ്മളുടെ ഐഫോണിന്റെ നടുക്കായിട്ട് എഫ് പോലത്തെ ഇരിക്കുന്ന ഒരു സിമ്പിൾ ഉണ്ടാവും. ഓക്കെ, ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡിന്റെ നടുക്കായിട്ട് ഏകദേശം ഈ ഒരു സിമ്പിളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഈ ഒരു സിമ്പിൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഐഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ വിൻഡോസിന്റെ അവിടെ പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിൾ നിങ്ങൾക്ക് കാണിക്കും. ആൻഡ്രോയിഡ് ആണെങ്കിൽ F+ എന്ന് തന്നെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, സോ നേരെ താഴെ വരുമ്പോൾ നമുക്ക് നാലാമത്തെ ഇച്ചുമുക്കു ഹിയോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നു. തെങ്കൻസെൻ, കിജുൻസെൻ, സെങ്കും, സ്പാൻ. ഇതിന്റെ പാരലായിട്ട് നമുക്ക് കുറേ നമ്പേഴ്സ് 9, 26, 52 ഇതൊക്കെ എന്തിനു വന്നു, എങ്ങനെ വന്നു, ഇതൊന്നും നമുക്ക് തീരുമാനം എടുക്കാൻ നേരത്ത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇതെല്ലാം അതേപോലെ തന്നെ ഇരിക്കട്ടെ. ടൈം ഫ്രെയിം, ഓൾ ടൈം ഫ്രെയിം. അതിനുശേഷം സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. ഈ സ്റ്റൈലിന്റെ അവിടെ ടെങ്കൻസെൻ, കിജുൻസെൻ, അപ് കുമോ, ഡൗൺ കുമോ, ചിക്കു സ്പാൻ, ഇങ്ങനെയാണ് ഈ ഒരു ഓർഡറിലാണ് ആൻഡ്രോയിഡിൽ വരുന്നത്. നേരെ നമ്മളുടെ ഐഫോൺ എടുക്കുമ്പോൾ തെങ്കൻസെൻ, കിജുൻസെൻ, ചിക്കു സ്പാൻ, അപ് കുമോ, ഡൗൺ കുമോ. നമുക്ക് ഇതിനകത്ത് അപ് കുമോയും ഡൗൺ കുമോയും മാത്രം മതി. ഓക്കെ, എന്താണ് അപ് കുമോ, ഡൗൺ കുമോ? അപ് കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ട്രെൻഡ്, ഡൗൺ കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡ്. സോ ഈ തെങ്കൻസെൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഏതാണോ, നമ്മളുടെ മൊബൈൽ ഫോണിന്റെ ബാക്ക്ഗ്രൗണ്ട് ഏതാണോ, വൈറ്റ് ആണെങ്കിൽ വൈറ്റ്, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് ഞാൻ വൈറ്റിലോട്ട് പോകുന്നു. കിജുൻസെനിന്റെ അവിടെ പോയിട്ട് വീണ്ടും ഞാൻ അത് വൈറ്റ് ആക്കുന്നു. ചിക്കു സ്പാൻ്റെ അവിടെ പോയിട്ട് നമ്മൾ അത് വൈറ്റ് ആക്കുന്നു.
ഓക്കെ. സോ ഈ അപ് കുമോയും ഡൗൺ കുമോയും അതേ കളർ തന്നെ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നു. അതിനകത്തുള്ള കളർ തന്നെ കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു, ഐഫോണിൽ നമ്മൾ പോയിട്ട് ഡണ്ണ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. സോ നമ്മൾ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമ്മൾ തീരുമാനമെടുക്കണം. അതായത് നമ്മൾ ക്ലൗഡിന്റെ മുകളിൽ ഒരു 1 hour ക്യാൻഡിൽ ഓപ്പൺ ആവുന്ന സമയത്ത് അവിടെ നമുക്കൊരു ബൈയും, ക്ലൗഡിന്റെ താഴെയായിട്ട് നമുക്കൊരു 1 hour ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് ഒരു സെല്ലും, അങ്ങനെയാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെ അത് കൺഫർമേഷൻ ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾക്ക് പറഞ്ഞു പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ ടൈം ഫ്രെയിം H1 തന്നെ ആണോ എന്നുള്ളൊരു കാര്യം മേക്ക് ഷുവർ. H1 നിന്നാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. ഒരുപാട് ടൈം ഫ്രെയിംസ് ഉണ്ട് അല്ലേ. ഇത് ഡേ 1 ആണ്, ഡേ ബേസ് ചെയ്തിട്ടുള്ള പഠനം, ചാർട്ടിന്റെ പഠനത്തിനാണ് ഡേ ബേസ് ഡേ ക്യാൻഡിൽ എന്ന് പറയുന്നത്. H1 എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ക്യാൻഡിൽ, H4 എന്ന് പറഞ്ഞാൽ 4 അവറിലുള്ള ഒരു ആവറേജ് ആണ് H4 എന്ന് പറയുന്ന ക്യാൻഡിൽ. 4 മണിക്കൂർ, കഴിഞ്ഞ 4 മണിക്കൂറിൽ എവിടെ വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്തു എന്നുള്ളൊരു കാര്യം. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ H1 എടുത്തു. H1 എടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറേ കാലമായിട്ട്, ഏകദേശം ഒരു 3-4 ദിവസമായിട്ടും ക്ലൗഡിന്റെ പുറത്താണ് മാർക്കറ്റ് എന്നുള്ളൊരു കാര്യം കാണാം. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് കഴിഞ്ഞ 3 ദിവസവും ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച ജൂലൈ 18, 2025 ഓക്കെ, ഈ പറയുന്ന ക്ലൗഡിന്റെ, ഈ പറയുന്ന ക്യാൻഡിൽസ് ക്ലൗഡിന്റെ താഴെ, അതിനുശേഷം ക്ലൗഡിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് പോയി എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ. ഓക്കെ. സോ അതിന് മുന്നേ ആയിട്ട് നമുക്ക് തീരുമാനമെടുക്കുന്ന സമയം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ നേരത്തെ ഓരോ മാർക്കറ്റ് ഓപ്പണിങ്സിന്റെ കാര്യം പറഞ്ഞു അല്ലേ. സോ ഞാൻ തീരുമാനമെടുക്കുന്നത് ബേസിക്കലി ഇന്ത്യയിലാണെങ്കിൽ രാവിലെ 7:30 മണിക്കാണ്. ഓക്കെ. കാരണം വേറൊന്നുമല്ല, ഇന്ത്യൻ സമയം 7:30 മണിക്ക്, രാവിലെ 5:30 മണിക്ക് ജപ്പാൻ ഓപ്പൺ ആവുകയും 6:30 മണിക്ക് ഹോങ്കോങ് സിംഗപ്പൂർ ഓപ്പൺ ആവുകയും അതിനുശേഷം ഏഷ്യൻ മാർക്കറ്റിൽ നല്ലൊരു വോളിയം 7:30 മണിക്ക് വരികയും ചെയ്യും അല്ലേ. സോ അതിനുശേഷം 11:30 മണിക്ക് യൂറോപ്പ് മാർക്കറ്റ് ഓപ്പൺ ആവും. വലിയൊരു, ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു ശക്തിയായിട്ടുള്ള യൂറോപ്പ് ഓപ്പൺ ആവുമ്പോൾ വലിയൊരു വോളിയം ഈ പറയുന്ന മാർക്കറ്റിലോട്ട് വരികയും ഒരു വോളിയം ചേഞ്ച് നടക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മളൊരു തീരുമാനം എടുക്കുന്നത് 2:30 മണിക്കാണ്. 2:30 മണിക്ക് എന്താ സംഭവിക്കുക, ഏഷ്യൻ മാർക്കറ്റ് ക്ലോസ് ആവും അല്ലേ. സോ അതിനുശേഷം 6:30 മണിക്ക് നമ്മളുടെ US, ലോകത്ത് ഏറ്റവും വലിയ ശക്തി US ഓപ്പൺ ആവും. ഈ US ഓപ്പൺ ആവുന്ന സമയത്ത് ഈ 6:30 മണിക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ 2 ശക്തികളായിട്ടുള്ള യൂറോപ്പും US-ഉം ഒരുമിച്ച് വർക്ക് ആവുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ഒരു സമയത്ത് ഹ്യൂജ് എമൗണ്ട് ഓഫ് വോളിയമാണ് ഈ മാർക്കറ്റിലോട്ട് വരുന്നത്. ആ ഒരു സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പഠിക്കണം. അതിനുശേഷം രാത്രി 8:30 മണിക്ക് യൂറോപ്പ് ക്ലോസ് ആവുകയും US മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുകയും ചെയ്യും. ആ ഒരു സമയത്ത് എന്താ സംഭവിക്കുന്നത് അറിയോ, US നിന്ന് വരുന്ന ചെറിയ ചെറിയ ന്യൂസുകൾ വരെ മാർക്കറ്റിനെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കി പോകേണ്ടത്. ഓക്കെ. സോ നമുക്ക് എങ്ങനെ ഒരു തീരുമാനം എടുക്കാം ഈ ഒരു മാർക്കറ്റ്? നമുക്ക് രാത്രി ഒരു 8:30ക്ക് ശേഷം ഒന്നും ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. രാവിലെ 7:30 തൊട്ട് രാത്രി ഏകദേശം 8:30 വരെ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ ഈ ഒരു ടൂള് നമുക്ക് വർക്കാകും, അല്ല നല്ല രീതിയിൽ വർക്കാകും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നമുക്ക് ഈ പറയുന്ന കഴിഞ്ഞ വെള്ളിയാഴ്ച, ഓക്കെ, ജൂലൈ 18 എന്ത് സംഭവിച്ചു? ഈ പറയുന്ന ക്ലൗഡിന്റെ പുറത്തായിട്ട് മാർക്കറ്റ് H1 ഒരു മണിക്കൂർ ക്യാൻഡിലിൽ ഇതിന്റെ പുറത്തായിട്ട് വന്നു. ഓക്കെ. സോ നമുക്ക് അവിടെ നിന്നൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ എവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, കൺഫർമേഷൻ എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയാം കേട്ടോ. ഓക്കെ. സോ ഇനി നമ്മൾ എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് ഇടുന്നതും ടേക്ക് പ്രോഫിറ്റ് ഇടുന്നതും ഇതെല്ലാം നമ്മൾ മണിക്കൂർ ക്യാൻഡിൽ മാത്രം ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത് കേട്ടോ. ഫ്രഷ് ക്യാൻഡിൽ ഓക്കെ. നമ്മൾ ഒരു ക്യാൻഡിൽ നോക്കാൻ നേരത്ത് മാർക്കറ്റ് എവിടെയെങ്കിലും തുടങ്ങുക എന്നുള്ളതല്ല എൻ്റെ പോയിന്റ്. ഒരു ഫ്രഷ് ക്യാൻഡിൽ നമുക്ക് നമ്മുടെ ക്ലൗഡിന്റെ മുകളിലായിട്ട് തുടങ്ങിയെന്ന് വിചാരിച്ചു. 51, 52 റേഞ്ചിലാണ് ഇത് ഓപ്പൺ ആയതെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ ക്ലൗഡ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ. അടുത്ത കുറച്ച് മണിക്കൂറത്തെ ക്ലൗഡ് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മളുടെ ഇപ്പം റണ്ണിങ് ക്യാൻഡിലാണ്. ഓക്കെ. സോ അടുത്ത കുറച്ച് മണിക്കൂറത്തെ ക്യാൻഡിൽ നമുക്ക് ക്ലൗഡ് നമുക്ക് കാണാൻ പറ്റില്ല. ഇതാണ് ക്ലൗഡിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ. സോ ഫ്യൂച്ചർ ക്ലൗഡിന്റെ, സോ ഇവിടെ നിൽക്കാൻ നേരത്ത് നമ്മുടെ ഫ്യൂച്ചർ ക്ലൗഡിന്റെ ബൈ ആണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ക്ലൗഡിന്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കുക. ഇവിടുത്തെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എന്താണ്? ഇതാണ് ഏറ്റവും ലോവസ്റ്റ് പോയിന്റ്, 3329. ഓക്കെ. സോ അതിന്റെ ഒരു $2-4 താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുക. അതായത് $3,304 ആണെങ്കിൽ $3,325 എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇടാനായിട്ട് സാധിക്കും
അല്ലെ. 3325 ഇടുമ്പോൾ ഓൾമോസ്റ്റ് $27 നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുന്നത്. അപ്പൊ നമുക്ക് 1:2 റേഷ്യോയില് ആണ് നമ്മൾ ടേക്ക് പ്രോഫിറ്റ് ഇടുന്നതെങ്കിൽ നമുക്ക് $54 ടേക്ക് പ്രോഫിറ്റ് വെക്കേണ്ടി വരും. ഓക്കെ, സോ $54 മുകളിലോട്ട് പോയിട്ടുണ്ടോ? ഇവിടുന്ന് 52 ഓൾമോസ്റ്റ് $54 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 402 406 വരെ മാർക്കറ്റ് പോയാൽ മതിയാവും. സോ മാർക്കറ്റ് പോയിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 406 വരെ മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുമുണ്ട്. ഓക്കെ, സോ അതിനകത്ത് നമുക്ക് $54 പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ലോട്ടിൽ കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് $5400 പ്രോഫിറ്റ് ആണ് ഈ ഒരു സിംഗിൾ കച്ചവടത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചാൽ ഞാൻ ഈ 1:2 റേഷ്യോയിലല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ 1:1.5 റേഷ്യോയിലാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, സോ $27 നമ്മൾ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ $27 നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഓൾമോസ്റ്റ് ഒരു $40 ടേക്ക് പ്രോഫിറ്റ് ആണ് ഏകദേശം വെക്കേണ്ടത്. ഞാൻ എത്രയാണെന്ന് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതനുസരിച്ച് 1:1.5 റേഷ്യോയിൽ, അതായത് $10 ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ $15 ആയിരിക്കും ഞാൻ ടേക്ക് പ്രോഫിറ്റ് വെക്കുന്നത്. ഞാൻ പേഴ്സണലി അങ്ങനെയായിരിക്കും ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ എനിക്ക് 52 ഏകദേശം ഒരു 90 വരെയുള്ള ഒരു പ്രോഫിറ്റ് ആയിരിക്കും എനിക്ക് ഉണ്ടാവേണ്ടത്. ഏകദേശം വാല്യൂ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി എവിടെയായിരുന്നു നടന്നത് എന്നുള്ളൊരു കാര്യം കൊണ്ട് നമുക്ക് നോക്കാം. സോ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീറ്റെയിൽ സെയിൽസ് ന്യൂസ് വരുന്ന ഒരു ദിവസമായത് കൊണ്ടിട്ട് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ചിലപ്പം നോക്കാൻ നേരത്തെ ഇതിന്റെ താഴെ വന്നല്ലോ, നമുക്ക് അവിടെ വെച്ചൊരു തീരുമാനം എടുക്കാമായിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇത് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീറ്റെയിൽ സെയിൽസിന്റെ ന്യൂസ് വന്നൊരു ദിവസം ആയതുകൊണ്ടിട്ട് നിങ്ങൾ നോക്കിയാൽ മതി 17 ജൂലൈയിൽ റീറ്റെയിൽ സെയിൽസ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അതുകൊണ്ടിട്ട് ഞാൻ അന്നത്തെ ദിവസം മാറി നിൽക്കുക ആണ്. കാരണം അന്നത്തെ ദിവസം ഈ ഒരു ടെക്നിക്കൽസ് ഒന്നും വർക്ക് ചെയ്യത്തില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ അതിന് മുന്നേ 15-ാം തീയതി സെയിം ആണ്. അതിന്റെ ആ ഒരു ദിവസം CPIയുടെ ന്യൂസ് US നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അന്നും മാർക്കറ്റ് താഴോട്ട് പോയി. ഓക്കെ, അത് നമുക്ക് അന്നത്തെ ദിവസം ട്രേഡ് ചെയ്യാനായിട്ട് സാധ്യതയില്ലാത്തൊരു ദിവസമായിരുന്നു 15-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതിന് മുന്നേ നമുക്ക് എന്നാണ് ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റി വന്നത്? സോ അത് ജൂലൈ 10-ാം തീയതിയാണ്. സോ അതായത് ഇന്ന് ജൂലൈ 23-ാം തീയതി ആയിരുന്നു, 24-ാം തീയതി ആയിരുന്നു നമുക്ക് പ്രോപ്പർ ഓപ്പർച്യൂണിറ്റി. കഴിഞ്ഞ വെള്ളിയാഴ്ച ജൂലൈ 18-ാം തീയതി, അതിന് മുന്നേ വന്നത് ജൂലൈ 10-ാം തീയതി ആയിരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ അന്ന് മാർക്കറ്റ് എന്ത് സംഭവിച്ചു? H1 മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പണായി. 3318 മാർക്കറ്റ് ഓപ്പണായി. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ ഫ്യൂച്ചർ ക്ലൗഡിന്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് 3297. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റ് എവിടെ നിന്നാണ് 3317 17 നമ്മൾ ബൈ എടുത്തതെങ്കിൽ, 19 നമ്മൾ ബൈ എടുത്തതെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 98, ഏകദേശം $21 സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ ഇടുന്നതെങ്കിൽ $42 നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെക്കുന്നത്. $42 മുകളിലോട്ട് സഞ്ചരിച്ചിട്ടുണ്ടോ? ഓക്കെ, $42 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 19, 20, 29, 39, 49, 59, 61 വരെ നമുക്ക് മാർക്കറ്റ് പോവുകയും ചെയ്യണം. ഓക്കെ, സോ 61 വരെ പോയിട്ടുണ്ടോ? 61 വരെ പോയിട്ടുണ്ട് അല്ലേ? മാർക്കറ്റ് 61 ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് 75 വരെ പോയിട്ടുണ്ട്. അപ്പൊ ടേക്ക് പ്രോഫിറ്റ് അടിച്ചു. ഓൾമോസ്റ്റ് ഒരു ലോട്ടി കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് $4100 പ്രോഫിറ്റ്. 0.1 ലോട്ടി കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് $410, $420 ഉള്ളൊരു പ്രോഫിറ്റ് ആണ് ഈ ഒരു സിംഗിൾ ട്രേഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ നമുക്ക് ഈ മാസം നമ്മൾ ഏകദേശം 13 ദിവസം മുന്നെയാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് 2 ഓപ്പർച്യൂണിറ്റിയാണ് ആകെപ്പാടെ കിട്ടിയത്. സോ ബേസിക്കലി ഇതും എനിക്ക് തോന്നുന്നത് ഇതൊരു ന്യൂസ് ഉള്ള ദിവസമായിരുന്നു, മെയിൻ ആയിട്ടുള്ള ന്യൂസ് ഏതോ ഉള്ളൊരു ദിവസമായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു. സോ ഇതിന് മുന്നേയുള്ള നമ്മുടെ ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിനകത്ത് കയറി ഇതിന്റെ വെളിയിലായിട്ട് നമുക്ക് മാർക്കറ്റ് ഓപ്പണായി. നമുക്ക് ഡൗൺ ട്രെൻഡിൽ വരുമ്പോൾ എങ്ങനെ മാർക്കറ്റിനെ നോക്കാം എന്നുള്ളൊരു കാര്യം ഈ ഒരു എക്സാമ്പിളൂടെ പറഞ്ഞിട്ട് ഞാൻ ഇത് നമുക്ക് കിട്ടിയത് എന്നാണ്? ജൂലൈ 4-ാം തീയതി. ജൂലൈ 10-ാം തീയതിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി അതിന് മുന്നേ കിട്ടിയത് ജൂലൈ 4-ാം തീയതി ആയിരുന്നു. ഓക്കെ, സോ മാർക്കറ്റ് എന്താ പറയാ, ക്യാൻഡിൽ ക്ലൗഡിന്റെ ഉള്ളിൽ കയറി, ഉള്ളിന്റെ അടുത്ത് കുറെ കാലം അതിനകത്ത് നിന്നു. അതിനുശേഷം മാർക്കറ്റ് താഴെ ചാടി. ഓക്കെ, 3336 മാർക്കറ്റ് താഴോട്ട് ചാടിയത്. ഫ്യൂച്ചർ ക്ലൗഡിന്റെ താഴത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ടൈറ്റ് ആണ്, 3338 നമുക്ക് കിട്ടിയ ബൈ എന്ന് പറഞ്ഞാൽ 36 ലെവലിലായിരുന്നു. ഓക്കെ, സോ അവിടുന്ന് ഓൾമോസ്റ്റ് നമുക്ക് അത്രയും ടൈറ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ്
ഓക്കെ, 38 ഫ്യൂച്ചർ ക്ലൗഡിന്റെ മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ 38ആണ്. അവിടുന്ന് ഒരു $4 അല്ലെങ്കിൽ ഒരു $5 ഇത്രയും ടൈറ്റ് ആയത് കൊണ്ടിട്ട് നമുക്ക് കുറച്ചും കൂടെ മുകളിലോട്ട് വെക്കാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, കാരണം 36 എടുക്കാൻ നേരത്ത് 38 അല്ലെങ്കിൽ 42 റേഞ്ചിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു കുറച്ചും കൂടെ മുകളിലോട്ട് ഏകദേശം ഒരു 50 ലെവലിൽ എടുക്കാം. ഇല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അത് എടുക്കാതെ ഇരിക്കാം. അത് കാരണം അത് ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആയത് കൊണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാതെയും ഇരിക്കാം. ഇല്ലെങ്കിൽ ഒരു 50 റേഞ്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു $14 ടേക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ നമുക്കത് ഓൾമോസ്റ്റ് $28 ടേക്ക് പ്രോഫിറ്റ് വെക്കണം അല്ലേ. സോ 38 ഓൾമോസ്റ്റ് 99 വരെ, 3299 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അവിടെയും നമുക്ക് നല്ലൊരു $30 $28 പ്രോഫിറ്റ് അവിടെയും കിട്ടി അല്ലെ. സോ ഇതാണ് ബേസിക്കലി നമ്മൾ ഇച്ചുമുക്കു വെച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ എടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കഴിഞ്ഞ ഒരു മാസം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞ 30 ദിവസം എടുത്തു കഴിഞ്ഞാൽ ഒരു 5 ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 5 ഓപ്പർച്യൂണിറ്റീസിൽ നമുക്ക് എത്ര എണ്ണം നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടി എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് നോക്കിയാൽ ഏകദേശം മനസ്സിലാവും. സോ ഇതിന് മുന്നേ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരുന്നു. ഓക്കെ, സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി പക്കാ ഒരു എന്താ പറയാ നമ്മൾ ടെക്നിക്കൽ ഡേ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 3333 മാർക്കറ്റ് ഓപ്പൺ ആയി. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റ് എവിടെ വരെ പോയി? നമുക്ക് സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വെക്കേണ്ടത്? സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് നല്ല താഴെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. 3274 ഓക്കെ എന്ന് പറയുന്ന വലിയൊരു സ്റ്റോപ്പ് ലോസ്, അതായത് ഓൾമോസ്റ്റ് $26 സ്റ്റോപ്പ് ലോസ്. അപ്പോൾ $52 ടേക്ക് പ്രോഫിറ്റ് വെക്കേണ്ടി വരും. അങ്ങനത്തെ ഉള്ള സ്റ്റേജ് ഒക്കെ എത്തുമ്പോൾ ഞാൻ ചെയ്യാറുള്ളത് അത്രയും വലിയ ടേക്ക് പ്രോഫിറ്റ് വെക്കാതെ അതിന്റെ 1:1.5 റേഷ്യോയിലായിരിക്കും ഞാൻ അതിന്റെ ടേക്ക് പ്രോഫിറ്റ് വെക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്തു പോകാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ. ഇത് നിങ്ങൾ നോക്കിയാൽ ഇതിന്റെ താഴെ കയറി നിങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റിന്റെ അകത്ത് എന്താ പറയുക നല്ല രീതിയിലൊരു ഡൗൺ ട്രെൻഡ് നമുക്ക് കിട്ടുകയും ചെയ്തു. 3253 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, സോ അതിന് മുന്നേ കിട്ടിയത് എന്നാണ്? സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതും നമുക്ക് വലിയൊരു സെൽ ഓപ്പർച്യൂണിറ്റി, വലിയൊരു മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് നമുക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് നമ്മുടെ ഇച്ചുമുക്കു എന്ന് പറയുന്ന ഒരു ടൂൾ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു 10 ഓപ്പർച്യൂണിറ്റിയിൽ ഒരു 3 വട്ടമൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും കേട്ടോ. ബാക്കി 7 എണ്ണവും നമുക്ക് പ്രോപ്പറായിട്ട് മാർക്കറ്റ് പ്രോപ്പറായിട്ടുള്ളൊരു ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അതൊരു ഒരു നല്ലൊരു എൻട്രി ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് തരുന്നൊരു ടൂളാണ് ഈ ഇച്ചുമുക്കു എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ നമുക്ക് ഈ ഒരു ട്രേഡ് അത് കൺഫർമേഷൻ ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോകാം. ഓക്കെ, സോ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്കാണ് GMT ടൈമിൽ 1 മണിക്കാണ് ഈ ഒരു ക്യാൻഡിൽ ഇച്ചുമുക്കുവിന്റെ മുകളിൽ കയറിയത്. ഓക്കെ, സോ 1 മണി എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ കൺഫർമേഷൻ ഫസ്റ്റ് ചെയ്യേണ്ടത് H4 ക്യാൻഡിൽ ഈ പറയുന്ന ക്ലൗഡിന്റെ മുകളിലായിരുന്നോ എന്നുള്ളൊരു കാര്യം നമ്മൾ മേക്ക് ഷുവർ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ജൂലൈ 18 H4 ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതല്ല, ഇത് ജൂലൈ 12 മണിക്കുള്ള ക്യാൻഡിലാണ്. ഓക്കെ, സോ നേരത്തെ നമ്മുടെ 1 മണിക്കുള്ള ക്യാൻഡിലാണ് മുകളിൽ ക്രോസ് ആയത്. അപ്പോൾ H4 ക്യാൻഡിൽ എന്താണ്? അത് 3347 ക്ലൗഡിന്റെ മുകളിലായിട്ട് നിൽക്കുന്നു. ഈ H4 ക്യാൻഡിൽ ഉണ്ടല്ലോ, അതൊരു പുതിയ ക്യാൻഡിൽ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ക്ലൗഡിന്റെ മുകളിലായാൽ മതി. ഓക്കെ, ആ ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിൽ, ഒരു ലോസ് ആയി പോയ ക്യാൻഡിൽ ആയാലും കുഴപ്പമില്ല. ഓക്കെ, ക്ലൗഡിന്റെ മുകളിലായാൽ മതി. സോ അവിടെ നമ്മൾ കൺഫർമേഷൻ ചെയ്യാൻ നേരത്തെ അവിടെ H4ഉം ക്ലൗഡിന്റെ മുകളിലായിരുന്നു അല്ലെ. നേരെ നമ്മൾ M30 പോകുന്നു. M30 പോകുമ്പോൾ എന്നാണിത്? ജൂലൈ 18 ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ക്യാൻഡിലാണിത്. ഓക്കെ, ഇത് 1 മണിക്കുള്ള ക്യാൻഡിലായിരുന്നു. ഓക്കെ, സോ ഇതും നമ്മുടെ ക്ലൗഡിന്റെ മുകളിലാണ്. ഓക്കെ, സോ നേരെ നമ്മൾ M15 പോകുന്നു. നമ്മൾ ജൂലൈ 18 പോകുന്നു. ജൂലൈ 18 എന്താണ്? ഉച്ചയ്ക്ക് 1 മണി 1:30 മണി. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എവിടെയോ കാണും. അപ്പോൾ സോറി, ഇത് എനിക്ക് തോന്നുന്നു 1 മണി 1:30 മണിക്കുള്ള ക്യാൻഡില നമ്മളുടെ ക്ലൗഡിന്റെ മുകളിലാണ്. നമ്മൾ കൺഫേം ചെയ്യുന്നു. ഓക്കെ, നമുക്ക് 100% ഉറപ്പായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാം എന്നുള്ളൊരു കൺഫർമേഷനും കൂടെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇപ്പം ഒരു ക്യാൻഡിലൊക്കെ M15 ചിലപ്പോൾ ക്യാൻഡിൽ താഴെ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു 75% ഉറപ്പിൽ വേണമെങ്കിൽ ഈ ഒരു ബൈ നിങ്ങൾക്ക് എടുത്ത് പോവുകയും ചെയ്യാം, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്ത് നിങ്ങൾക്ക് പോവുകയും ചെയ്യാം. ഓക്കെ, ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഓവർ എ ലോങ്ങർ പോയിന്റ് ഓഫ് ടൈം നല്ല പ്രോഫിറ്റബിൾ ട്രേഡർ ആവും. പക്ഷെ വളരെ ചെറിയൊരു കുറച്ച് മാത്രമേ നമുക്ക്
എന്താണ് നമുക്ക് അവസരങ്ങൾ തരത്തുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ്. പക്ഷേ കിട്ടുന്ന അവസരം ഭയങ്കര വലിയ അവസരമായിരിക്കും, വലിയൊരു മൂവ്മെന്റ് നമുക്ക് മാർക്കറ്റ് തരികയും ചെയ്യും. നിങ്ങളുടെ ഇഷ്ടമാണ്, ഒന്നുകിൽ നിങ്ങൾക്ക് 1:2 റേഷ്യോയിൽ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റ് ഇടാം. എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചാൽ ഞാൻ ചെയ്യാറ് 1:1.5 റേഷ്യോയിലാണ് ഞാൻ നമ്മുടെ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും എടുത്ത് പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇച്ചുമുക്കു എന്ന് പറയുന്ന ഒരു ടൂളിനെ കുറിച്ച് പഠിച്ചു. അത് എങ്ങനെ വർക്ക് ചെയ്യണം, അതിന്റെ കൺഫർമേഷൻസ് ഒക്കെ എങ്ങനെ എടുക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയി അല്ലേ. സോ നമ്മൾ ഇച്ചുമുക്കു എന്ന് പറയുന്ന ആ ഒരു ടൂൾ എപ്പോഴും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരുന്ന ടൂൾ ഒന്നുമല്ല. നമുക്ക് മാസത്തിൽ ഒരു 5-6 ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു 4-5 നല്ല ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരു ടൂളാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഇതിന് നമുക്ക് പോസിബിൾ ആക്കാനായിട്ട് നമുക്ക് വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ക്ഷമയാണ്. ക്ഷമ ആയിട്ട് നമ്മൾ ഇരിക്കുക, ഉറപ്പായിട്ട് നമ്മൾ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തരികയും ചെയ്യും അല്ലെ. സോ നമ്മൾ ഇത് MT5 ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ. അത് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ നമ്പർ ഉണ്ടാവും, എന്റെ മാനേജറിന്റെ നമ്പർ ഉണ്ടാവും. മാനേജറിനെ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുള്ളിക്കാരന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇച്ചുമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യവും പുള്ളിക്കാരൻ നിങ്ങൾക്ക് ചെയ്തു തരികയും ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്? അടുത്ത വീഡിയോയിൽ നമ്മൾ ഫോറക്സ് ട്രേഡിംഗിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഗോൾഡിൽ ട്രേഡ് ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവുകയും ചെയ്യും. കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കറൻസി പേയേഴ്സിനെ കുറിച്ചും കറൻസി പേയേഴ്സിനകത്ത് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ കറൻസി പേയേഴ്സിനകത്ത് കൂടുതലും ഞാൻ കറൻസി പേയേഴ്സിലാണ് കൂടുതൽ ട്രേഡ് ചെയ്യുന്നത്. സോ അത് എന്തുകൊണ്ടിട്ടാണ്, അതിന്റെ ലോജിക്കും ഞാൻ അതിനകത്ത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. സോ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾസ് ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്ന വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു ലോങ്ങർ ടേമിൽ നമ്മളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ട് നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്ത് പോകാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ കണ്ടന്റുകൾ. സോ ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും ഞാൻ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഇടുന്നുണ്ട്. പ്രത്യേകിച്ച് ഗോൾഡിൽ EUR/USD, GBP/USD, USD/JPY ഈ 4 പേയേഴ്സിലെയും ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. അത് നിങ്ങൾ കണ്ട് ബിഗിനർ ആണെങ്കിൽ അതിൽ പറയുന്നത് പോലെ ട്രേഡ് എടുത്ത് പോയാലും മതി. ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഇടണം കേട്ടോ. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ കച്ചവടം ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കൂടുതൽ ആൾക്കാരിലോട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഇത് എത്തിക്കുക എന്നൊക്കെയുള്ളൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് നമുക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ട്രേഡ് ചെയ്യാം. അതിന്റെ കൂടെ എന്താ പറയാ, കൂടുതൽ ഫീഡ്സിന് വേണ്ടിയിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്ത് കൂടാവുന്നതുമാണ്. ഓക്കെ, സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇച്ചുമുക്കുവിനെ പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്റെ മാനേജർ ത്രൂ മീറ്റിംഗ് സെറ്റ് ചെയ്ത് നമുക്ക് ഒരു ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ 1-to-1 സെഷൻസിലോ നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. അടുത്ത ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സിന്റെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.